ഒമാനിലെ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്കുകളെക്കുറിച്ചുള്ളൊരു ലഘുവിവരണം അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ പള്ളികളുണ്ടല്ലോ സുൽത്താൻ ഖാബൂസിൻ്റെ പേരിലുള്ളവ, പ്രത്യേകിച്ച് തലസ്ഥാനമായ മസ്കറ്റിലുള്ളത്, അത് ഒമാൻ്റെ ഒരു വലിയ സാംസ്കാരിക അടയാളം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സുൽത്താൻ രാജ്യത്തിന് കൊടുത്തൊരു സമ്മാനം പോലെ. ഒന്നാമത്തെ കാര്യം, മസ്കറ്റിലെ ആ ഗ്രാൻഡ് മോസ്ക് തന്നെ 1994 പണി തുടങ്ങി 2001 പൂർത്തിയായത്. ഏകദേശം 4,16,000 ചതുരശ്ര മീറ്റർ വരും കേട്ടോ. രാജ്യത്തിൻ്റെ ഐക്യം കാണിക്കാൻ 5 മിനാരങ്ങളുണ്ട്. അതിലെ പ്രധാന മിനാരത്തിന് 91.5 മീറ്റർ ഉയരമുണ്ട്. രണ്ടാമതായിട്ട് ഇതിൻ്റെ ആർക്കിടെക്ചറും മറ്റു കാര്യങ്ങളും. ഒമാനി ശൈലിയും പുതിയ ഇസ്ലാമിക് സ്റ്റൈലും ഒക്കെ നല്ല ഭംഗിയായി ചേർത്തിട്ടുണ്ട്. ഏകദേശം 20,000 പേർക്ക് ഒരേ സമയം നിസ്കരിക്കാൻ പറ്റും. പിന്നെ ലോകത്തിലെ തന്നെ വലിയ കൈകൊണ്ട് നെയ്ത പരവതാനികളിൽ ഒരെണ്ണം ഇവിടെയാണ്. ഓർക്കണം, നൂറുകണക്കിന് ആളുകൾ വർഷങ്ങളെടുത്താണത് നെയ്തത്. നല്ല കിടിലൻ പേർഷ്യൻ ഡിസൈനൊക്കെ ആയിട്ട്. അതുപോലെ ആ വലിയ ക്രിസ്റ്റൽ ചാൻഡലിയറും ഒരു പ്രധാന ആകർഷണമാണ്. വേറെ മതക്കാർക്കും വരാട്ടോ, പക്ഷെ ചില പ്രത്യേക സമയങ്ങളിലേ പറ്റൂ. ഡ്രസ് കോഡൊക്കെ ശ്രദ്ധിക്കണം. അവസാനമായിട്ട് മസ്കറ്റിൽ മാത്രമല്ല, സോഹാറിലും 2016, അൽബുറൈമിയിലും 1993 പ്രധാനപ്പെട്ട സുൽത്താൻ ഖാബൂസ് മോസ്കുകളുണ്ട്. അതും അതാത് സ്ഥലങ്ങളിലെ പ്രധാന ആരാധനാലയങ്ങളും കൾച്ചറൽ സെന്ററുകളുമൊക്കെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ പള്ളികൾ, പ്രത്യേകിച്ച് മസ്കറ്റിലെ ഗ്രാൻഡ് മോസ്ക്, ശരിക്കും ഒമാൻ്റെ ആ ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ആർക്കിടെക്ചറൽ മികവിൻ്റെയും ഒരു അടയാളം തന്നെയാണ്.